എത്തുമോ? അങ്ങനെ പതിവ് പോലെ ഞാൻ എൻ്റെ സമയത്ത് എഴുന്നേറ്റിട്ടുണ്ട്. അതിപ്പോൾ പണിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എഴുന്നേറ്റിട്ട് ഇതൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ ഇന്ന് നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. കാരണം മഴ പെയ്ത് തോർന്നിട്ട് തുള്ളി തുള്ളിയായിട്ട് ബാക്കി പൊടിമഴ വീഴുന്നുണ്ടായിരുന്നു, അതിൻ്റെ ശബ്ദം മാത്രം. നല്ല രസമാണ്. അപ്പം നല്ല കാറ്റൊക്കെ കൊണ്ട്, നല്ലൊരു തണുപ്പ് കാറ്റൊക്കെ കൊണ്ട് ഞാനവിടെ കുറച്ച് നേരം നിന്ന് അത് കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറിയത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എഴുന്നേൽക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കുള്ളൂ. ഭൂരിഭാഗം ആളുകൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ മടിയായിരിക്കുള്ളൂ. അപ്പോൾ ചില സമയങ്ങളിൽ എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് ക്ഷീണം അങ്ങനെയൊക്കെയുള്ള ചില ദിവസങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഫോൺ എടുത്തിട്ട് നല്ലൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മൂഡ് മാറി ഭയങ്കര ഒരു എനർജി തോന്നും കേട്ടോ. ഇത് ചെയ്ത് നോക്കിക്കോ. പിന്നെ അധികം നേരം ഫോണിലിരിക്കരുത്. ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇത് പാട്ട് കേട്ട് നമ്മൾ ഫ്രഷ് ആയിരുന്നുണ്ടെങ്കിൽ ഉടനെ ഓഫ് ചെയ്തേക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം മൊത്തം പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പക്ഷേ നല്ലൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്നാണ് നമ്മൾ ഫ്രഷായിട്ട് വരും. അപ്പോൾ അതൊരു ടിപ്പാണ് കേട്ടോ. അങ്ങനെ മടിയുള്ള ആളുകളൊന്ന് ചെയ്ത് നോക്കിയോ. അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ ചോറ് ചൂടാക്കാനുള്ളത് ചൂടാക്കും കേട്ടോ. മിക്കവാറും ചോറ് ഇപ്പോൾ ബാക്കി വരണുണ്ട്, അതുകൊണ്ട് ചോറ് ചൂടാക്കാനുള്ളതൊന്നും ചൂടാക്കി വെക്കും. ആദ്യം തന്നെ ചോറ് ചൂടാക്കാനായിട്ട് വെച്ച ഉടനെ തന്നെ വാഷിംഗ് മെഷീനിലേക്ക് തുണി ഇടും ഞാൻ. കാരണം ആ വാഷിങ്ങൊക്കെ ഏകദേശം കഴിയുമ്പോഴത്തേക്കാണ് പപ്പ മുകളിൽ നിന്ന് താഴേക്ക് വന്നതും വെള്ളം ടാങ്കിലൊക്കെ കയറ്റിയിടുന്നത്. നല്ല വെള്ളം ഗ്രൗണ്ട് വാട്ടറും എല്ലാം കയറ്റിയിടാനായിട്ട് പപ്പ ഒരു 6:30 മണിയോട് കൂടിയിട്ടാണ് പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് നമ്മളുടെ വാഷിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും കൂടി വെള്ളം പപ്പ അതിനകത്ത് നിറച്ച് കയറ്റിയിട്ട്, കാരണം ഒരു പ്രാവശ്യമാണ് നമ്മൾ രാവിലെ അടിക്കുന്നത് വെള്ളം, പിന്നെ അടുത്ത ദിവസമാണ് അടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ വാഷിംഗ് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയും നല്ല വെള്ളത്തിലാണല്ലോ നമ്മൾ വാഷ് ചെയ്യണം. അപ്പോൾ നല്ല വെള്ളം അത്രയും കയറി കിടന്നോട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. അപ്പം നമുക്ക് അടിയിൽ വലിയ ടാങ്ക് ഉണ്ട്, അതിനകത്ത് നിന്നാണ് നമ്മൾ അടിച്ച് മുകളിലേക്ക് കയറ്റുന്നത് കേട്ടോ. പിന്നെ ദേ ഇന്നിപ്പോൾ ഇഡലിയാണ്. ഇഡലി മാവിങ്ങനെ നന്നായിട്ട് തന്നെ പൊങ്ങി വരണമെന്നുണ്ടെങ്കിലേ നമ്മളൊരു ഉച്ച കഴിയുമ്പോൾ തന്നെ മാവ് അരച്ച് വെക്കണം കേട്ടോ. എന്നാലാണ് മാവ് രാവിലേക്ക്, ഇപ്പോൾ വെളുപ്പിനാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്, വെളുപ്പിനൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാവും. നമ്മൾ 8 മണി 10 മണി രാത്രിയൊക്കെ മാവ് അരച്ച് കഴിഞ്ഞാൽ കാലത്ത് നിന്ന് മാവ് പെട്ടെന്ന് പൊങ്ങി വരും. നമ്മൾ ഇഡലിയൊക്കെ വെന്തതിന് ശേഷമാണ് കേട്ടോ റിച്ചാർഡ് പോകാനായിട്ട് ഇറങ്ങിയത്. ഓക്കെ, ഗോഡ് ബ്ലസ് യു. അവള് മുകളിൽ പപ്പട കൂടെ ആയിരുന്നല്ലോ അത്. പപ്പ മോട്ടറൊക്കെ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് പിന്നെ ടെറസിൻ്റെ മുകളിലേക്ക് പപ്പ പോകും. വെള്ളമൊക്കെ നിറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ടെറസിൻ്റെ മുകളിലെ കാര്യങ്ങളൊക്കെ നോക്കും. എല്ലാ ദിവസവും അങ്ങനെയാണ്. അവ കൂടെ ഇവള് പോകും കേട്ടോ. റൂബി കൂടി അങ്ങോട്ട് പോയി പിന്നെ അവിടെ ഓടി നടന്ന് കളിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് താഴേക്ക് വരുന്നത്. ഇപ്പം ഇന്നിപ്പോൾ രാവിലെ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റണേക്ക് കാണണം കേട്ടോ. ബെഡ്ഷീറ്റ് മാറ്റുമ്പോൾ എപ്പോഴും ഉള്ള പരിപാടിയാണ്. ഇതിൻ്റെ അകത്ത് കയറി ഇവിടെ ഇരിപ്പാണ് ആൾ. അതായത് ബെഡ്ഷീറ്റ് വിരിക്കണമെങ്കിൽ അവളുടെ മീതെ കൂടിയേ വിരിക്കാൻ പറ്റുള്ളൂ, അവൾ മാറി തരൂല. മിക്കവാറും ഇപ്പോൾ റയൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാനത് കാണിച്ചത്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കാണുന്നതേ. അങ്ങനത്തെ അതിൻ്റെ അടിയിൽ നിന്ന് മാറണില്ല, അവിടെ തന്നെ കിടക്കണേന് കേട്ടോ. എത്തുമോ? മാറ് മാറ് മാറി ഇനി മാറ്, മമ്മി വിരിക്കട്ടെ. അവിടെ കിടന്ന് കണ്ട എത്തുമോ? കൊച്ചപ്പുറത്തോട്ടൊന്ന് നീങ്ങുക. അങ്ങോട്ട് കൊച്ചിനോട് അങ്ങനെ പറഞ്ഞു കൊടുക്കണം അല്ലേ. ഇനിയിപ്പോൾ എങ്ങനെ വലിക്കും? അവിടെ ഇതുണ്ട, വലിക്കാൻ പറ്റാത്തതുണ്ട. ഇതാണ് റൂബി കൊച്ച്. ബെഡ്ഷീറ്റ് വിരിക്കുന്നുണ്ട്, അത് എവിടെയും വേഗം ചാടിക്കയറി അതിൻ്റെ അടിയിൽ കിടക്കണം ഇത്തിരി നേരം അല്ലേ. പിന്നെ അതാണ് കൊച്ചിൻ്റെ കളികൾ അല്ലപ്പാ.
എനിക്കെപ്പോഴും ഫ്ലീസിൻ്റെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് കിടക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നല്ല വെൽവെറ്റ് പോലെ ഇരിക്കണോണ്ട് കിടക്കാൻ നല്ല സുഖമാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴായിട്ട് ഞാനത് ഇടണില്ല. കാരണം എനിക്ക് എപ്പോഴും എടുത്തിട്ട് ഇത് അലക്കുമ്പോൾ മെഷീനിൽ ഭയങ്കര ലോഡ് കൂടിപ്പോണ്. ഫ്ലീസ് ബെഡ്ഷീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വെള്ളം അത് വലിച്ചിട്ടാണ് വാഷ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇപ്പോഴായിട്ട് ഒരു 2-3 ബെഡ്ഷീറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഈ ലൈറ്റ് വെയിറ്റ്. അത് തന്നെയാണ് ഞാൻ വിരിക്കണതും പുതക്കണതും ഒക്കെ. കാരണം എനിക്ക് കൂടുതൽ കട്ടിയുള്ളത് എടുക്കാനായിട്ട് തോന്നണില്ല. എപ്പോഴും മാറ്റാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്. മെഷീനിലേക്ക് എപ്പോഴും ലോഡായിട്ടേ ഒരുപാട് വാഷിങ്ങുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ലൈറ്റ് വെയിറ്റ് സംഗതികൾ 2-3 ബെഡ്ഷീറ്റ് അത് എന്നെ മാറി ഞാനങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ റൂബി കൂടെ കിടക്കുന്നതുകൊണ്ടാണത് എപ്പോഴും നമുക്ക് മാറ്റേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ അത് തന്നെ ഇങ്ങനെ മാറി ഇടുന്നതാണ് കേട്ടോ. എപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇത് തന്നെയുള്ള. അപ്പോൾ ഒരു 3 ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം ഞാൻ പുതക്കും, ഒരെണ്ണം വിരിക്കും, പിന്നെ അത് വാഷ് ചെയ്ത് വീണ്ടും ഏതെങ്കിലും ഒരെണ്ണം പുതക്കും, ഒരെണ്ണം വിരിക്കും, അത്രയൊക്കെ തന്നെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ചട്നിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. കാരണം നമുക്ക് കഴിക്കാനുള്ള നേരമൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ കാപ്പി ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കുക. റിച്ചാണ് പാല് കാച്ചുന്ന സമയത്ത് തന്നെ കാപ്പി ഇട്ട് വെച്ചത്. കാരണം പപ്പയ്ക്ക് എപ്പോഴും തണുപ്പ് ആയിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം, ചൂടായിട്ടൊന്നും കഴിക്കണ ഇഷ്ടമല്ല. അപ്പോൾ കാപ്പിയൊക്കെ തണുത്തിരിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ രാവിലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ എൻ്റെ യൂട്യൂബ് വർക്കിൻ്റെ സമയമായിരുന്നു. യൂട്യൂബ് വർക്ക് എല്ലാം കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും റൂബിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് 2-3 ബിസ്ക്കറ്റൊക്കെ എടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ട് ഇത് റിച്ചാർഡ് കഴിഞ്ഞ വീക്കെൻഡിൽ വന്നപ്പോൾ ഹെഡ്സ് ഓഫ് ടെയിൽസിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അതിൽ 3 പാക്കറ്റ് ചിപ്സും പിന്നെ ചിപ്സല്ല മറ്റേ എന്തെന്നാണ് പറഞ്ഞത്, സ്ക്വയർ ഒരു ക്യൂബ് ആ ക്യൂബിൻ്റെ ആ സാധനം, പിന്നെ ഈ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രം മേടിച്ചു. അപ്പോൾ ബിസ്ക്കറ്റ് ഇതാണ് ക്യൂബ് കേട്ടോ. പിന്നെ ഈ ബിസ്ക്കറ്റ് ഒരു പാക്കറ്റേ ഉള്ളൂ, മറ്റേത് 3 പാക്കറ്റ് മേടിച്ചത്. ഓരോ പാക്കറ്റിന് 210 രൂപയുണ്ട് വില. റൂബിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേക്കണേണ്. അപ്പോൾ ബാക്കിയുള്ള ബിസ്ക്കറ്റ് അത്രയേ ഉള്ളൂ, അതെടുത്ത് അവിടെ ഞാൻ വെച്ച് കൊടുത്ത്. അപ്പോൾ കുറച്ച് നേരം അവളുടെ കൂടെ ഇരുന്ന് അവളൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മീതയിലില്ലേ ചിക്കൻ്റെ ഒരു സംഭവമാണ് അവർ ആ ചുറ്റി വെച്ചേക്കണം കേട്ടോ. ബിസ്ക്കറ്റ് മാത്രമായിട്ടുള്ളത് നമ്മളുടെ കയ്യിൽ 2 ഡബ്ബ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചിക്കൻ്റെ സാധനം ഇങ്ങനെ ചുറ്റുമ്പോൾ ആ ബിസ്ക്കറ്റിന് പ്രത്യേക ടേസ്റ്റാണെന്ന് തോന്നുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ക്യൂബ്. ഈ ക്യൂബ് ആണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചാണ്. പക്ഷേ ബിസ്ക്കറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞ് അടുത്ത വീക്കെൻഡിൽ പോയിട്ട് മേടിക്കുക. ഇപ്പോൾ സാറ്റർഡേ ആണ് അവന് ക്ലാസ്, അതായത് കഴിഞ്ഞ ആഴ്ചയിൽ വെള്ളിയാഴ്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ആഴ്ചയിൽ സാറ്റർഡേ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് പോയിട്ട് മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കഴിഞ്ഞ തവണ ഇവനൊറ്റയ്ക്ക് വന്നപ്പോൾ അവരെല്ലാവരും പറഞ്ഞ് എന്താ റൂബിനെ കൊണ്ടുവരാനെന്ന് വെച്ചു. കാരണം ഈ ടോയ്സൊക്കെ മേടിക്കുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകില്ലേ നമുക്ക് കടയിൽ എന്ന് പറഞ്ഞ പോലെയാണ് ആ ഡോഗ്സിനെ കൊണ്ടുപോയിട്ടാണ് അവിടെ ഫുഡൊക്കെ എല്ലാവരും മേടിക്കണത്. ഡോഗ് മാത്രമല്ല പൂച്ചയും വരും കേട്ടോ. അപ്പോൾ പൂച്ചയ്ക്കും ഡോഗിനുള്ള സംഭവങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ റൂബിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് റിച്ചാർഡ് പോന്നേക്കണത്. ഇനി നമ്മൾ എടുത്ത ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. കോട്ടൺ ബ്ലെൻഡാണ് മെറ്റീരിയൽ. നല്ലൊരു മെറ്റീരിയൽ, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് നല്ല ഒരു സുഖമായിട്ടിടാൻ പറ്റിയൊരു മെറ്റീരിയൽ. പിന്നെ ഈ പലാസയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വലിയ പലാസയാണ് കേട്ടോ. റൈറ്റ് സൈഡിലൊരു പോക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അധികം അങ്ങോട്ട് ഷേപ്പ് ചെയ്തിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ ഷേപ്പ് ചെയ്തിട്ടുള്ളൂ. കാരണം ഒരു വാഷിങ് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അധികം അങ്ങോട്ട് ഷേപ്പ് ചെയ്തിട്ടില്ല. എനിക്കിതിൽ ലൂസായിട്ടുള്ളതാണ് ഇഷ്ടം. അപ്പോൾ ഡബിൾ എക്സലാണ് ഞാൻ എടുക്കുന്നത്. ഡബിൾ എക്സൽ എടുത്തിട്ട് കുറച്ചൊന്ന് ഒതുക്കിയിട്ട് എടുക്കും കേട്ടോ, ഓൾട്ടർ ചെയ്തിട്ടെടുക്കും. അപ്പോൾ നെക്കാണെന്നുണ്ടെങ്കിൽ വീനെക്ക് നോക്കിയിട്ടാണ് ഞാൻ എടുത്തേക്കണം. വീനെക്കും എല്ലാം കൂടി ഒന്നിച്ചുള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തത്. പിന്നെ ഈ കയ്യിൽ ഇങ്ങനത്തെ ഒരു സംഭവം വന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഏതായാലും അത് ഇരുന്നോട്ടെ, അല്ലെങ്കിൽ കൈയുടെ നീളം കുറഞ്ഞു അതൊക്കെ കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ. പിന്നെ അടുത്തതും കോസ്ട്രിക്കയുടെ തന്നെയാണ് ബ്രാൻഡ്. ഇതും ഏകദേശം 450 തന്നെ രൂപയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് പോളിസ്റ്റർ മിക്സ് ആണെന്ന് എനിക്ക് തോന്നണത്. പക്ഷെ കട്ടിയൊന്നുമില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു സിൽക്ക് പോലത്തെ ലൈറ്റ് വെയിറ്റ്, നമ്മൾ സാരികളൊക്കെ ഇല്ലേ അതുപോലത്തെ ഒരു മെറ്റീരിയലായിട്ട് വന്നത്. അതായത് നമുക്കിത് ഇട്ടെന്ന് പോലും അറിയില്ല, അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ നമ്മുടെ കുടവയറിനുള്ള ഒരു സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഇത്തിരി റിങ്കിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇത്തിരി സ്പേസ് കിട്ടും, വയറ് തള്ളിയൊന്നും നിൽക്കില്ല പെട്ടെന്ന്. അപ്പോൾ അതും എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ വീനക്കാണ്. കൈ ആണെന്നുണ്ടെങ്കിൽ ഈ പഫ്സ് പോലത്തെ സംഭവമാണ് താഴെ ഉള്ളത്, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകതകളുള്ളത് നോക്കിയിട്ടാണ് സാധാരണ ഞാൻ ഡ്രസ്സ് എടുക്കണതേ. അപ്പോൾ ഇതിൻ്റെ നെക്ക് കൊള്ളാം, കൈ കൊള്ളാം. പിന്നെ ഇതുപോലത്തെ ഒരു കളർ ഞാൻ ഇട്ടിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ഇട്ടിട്ടില്ല ഏതായാലും, അതുകൊണ്ട് ആ കളർ അങ്ങനെ എടുത്ത്. പിന്നെ ഇത് കോട്ടൺ ആണ് കേട്ടോ, ഇത്തിരി കട്ടിയുള്ള കോട്ടൺ തന്നെയാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് കോട്ടൺ, ഒരു ഇത്തിരി കട്ടിയൊക്കെയുള്ള കോട്ടൺ. പക്ഷേ കോട്ടൺ ബ്ലെൻഡ് എന്ന് തന്നെയാണ് എഴുതിയേക്കുന്നത്. എനിക്കങ്ങനെ കോട്ടൺ ബ്ലെൻഡായിട്ടൊന്നും തോന്നിയില്ല, നല്ല കോട്ടൺ ആയിട്ട് തന്നെയാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പാൻറ്റാണ് പ്രത്യേകതയുള്ളത്. താഴെ പട്ടയൊക്കെ വെച്ചിട്ട് ഈ ഞൊറി വിട്ടിരിക്കുന്ന
പാൻറ്റ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 2 പലാസോ ആണെങ്കിൽ ഇനിയത്തെ പിന്നെ 2 എൻ്റെത് ഈ ഞൊറി വിട്ടേക്കണ പാൻറ്റാണ് കേട്ടോ. അത് എത്ര വണ്ണമുള്ളവർക്ക് ഇടാം, അത്രയും വലിയ പാൻറ്റാണ്. പാൻറ്റിൻ്റെ റൈറ്റ് സൈഡിലൊരു പോക്കറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഈ വീനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ എല്ലാ ഡ്രസ്സുകളും വീനക്ക് മാത്രമാണ് ഞാൻ എടുത്തേക്കണത്. ഇത് ക്രീം കളറുള്ള ഒരു കഴുത്തും അതുപോലെ കയ്യിലൊരു ക്രീം കളറുള്ള ഒരു പട്ട വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനും 450 രൂപ തന്നെ, അതായത് 3 ഇപ്പം ഞാൻ കാണിച്ച 3 450. പിന്നെ അടുത്തത് ദുപ്പട്ടയും കൂടിയിട്ടുള്ള ഒരു സെറ്റാണ്. ഇതിന് 690 രൂപയാണ്. കോട്ടൺ റയോൺ എന്നാണ് എഴുതിയേക്കണമെങ്കിലും നല്ല പ്യുവർ കോട്ടൺ ആയിട്ടാണ് തോന്നുന്നത്. സൈഡിൽ സ്ലിറ്റ് ഉണ്ട്. വലിയ പാൻറ്റാണ് കേട്ടോ. ഈ അടിവശത്ത് പ്ലീറ്റ്സ് ഇട്ട വലിയ പാൻറ്റാണ് കേട്ടോ. നല്ല അടിപൊളി ലുക്കുള്ള ഒരു പാൻറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ലൊരു ഷോളും അതുപോലെ തന്നെ ഇതിന് കയ്യിൽ കഴുത്തിൽ എല്ലാം ഈ ഒരു ഫാൻസി ഒരു ലേസ് വെച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു തിളക്കമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കയ്യിലും പിന്നെ നമ്മുടെ പാൻറ്റിൻ്റെ അടിവശത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് ആവശ്യത്തിന് നമ്മളുടെ ഷേപ്പിൽ നമുക്ക് ഷേപ്പ് ചെയ്യാനുള്ള ഒരു സംഭവം കെട്ടുവെച്ചിട്ടുണ്ട്. അവിടെയും ഈ ഫാൻസി ലേസും വെച്ചിട്ടുണ്ട്. അത് ഒരു പ്രത്യേകത, ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കുറേ നാളായിട്ട് ഫ്ലിപ്കാർട്ടിലും എല്ലായിടത്തും കിടക്കണതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ട് മടുത്തൊരു ഡ്രസ്സാണ്. എങ്കിലും എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിനകത്ത് കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വില കുറഞ്ഞ സമയമാണ് കേട്ടോ. അപ്പോൾ കയറി നോക്കിയാൽ കുറേ സാധനങ്ങളൊക്കെ ഫ്ലിപ്കാർട്ടിൽ എല്ലാ സൈറ്റിലും കിടക്കുന്നുണ്ട്. ഇതേ കിടക്കണ ബിസ്ക്കറ്റ് അതേലും മണുത്ത് കിടക്കണേണ്. അതെ 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 ബുദ്ധിമതിയാണ്. കണ്ട കറക്റ്റായിട്ടോട് കയറി ഇരുന്നത് കണ്ട. അമ്മയുടെ മുഖത്ത് ബുദ്ധിമതിയാണിപ്പാ. ചേട്ടന്മാർ ഇങ്ങനെ കളിപ്പിച്ചാലും കൊച്ച് അതൊക്കെ കൊച്ചിന് പഠിച്ചെടുക്കും. കൊച്ചി എങ്ങനെ ഇരിക്കണം, എന്തൊക്കെ ചെയ്യണം നോക്കില്ല കേട്ടോ. കൊണ്ടുപോയിട്ടുണ്ട്. എടാ കൊച്ചിനെ നിലത്തിരുത്താ പോണാടാ. ഈടെ താഴെയായത് ഇറങ്ങാൻ ഇഷ്ടമില്ല, ഇറങ്ങാനൊന്നും ഇഷ്ടമില്ല. അമ്പടി അമ്പടി മുത്തിരിക്കണ കൊച്ചിനറിയാം. ഇപ്പൊ പേടിയായല്ലേ ഉന്നനി. അമ്മിടെ മുത്തേ ചേട്ടന്മാരൊക്കെ എന്നോട് എടുത്തോളാം, എന്നോട് പറഞ്ഞത് എടുക്കാൻ. എന്തെന്നപ്പാ എന്തെന്നപ്പാ കൊച്ചിനെടുക്കാൻ പോണേ. കൊച്ചി വിക്കറ്റ് തിന്നാൻ പോണോ? കൊച്ചി വിക്കറ്റ് തിന്നാൻ പോണ്. കൊച്ചി വിക്കറ്റ് തിന്നും. ഇവിടെ കൊച്ചിന്റെ ഈ വിക്കറ്റ് തീർന്നിട്ട് ഇത് ലാസ്റ്റ് വിക്കറ്റാണ്. ഇനി കൊച്ചിന് ചേട്ടൻ മേടിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ക്ലാസ് തീർന്നിട്ടും വരുമ്പോ. അടുത്ത സാറ്റർഡേ റിച്ചാർഡിന് ക്ലാസ് ഉണ്ട്. കഴിഞ്ഞ ഫ്രൈഡേ ആണ് ഇവക്ക് മേടിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ സാറ്റർഡേ ക്ലാസ്സിൽ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഫ്രൈഡേ കറങ്ങിയിടുമെന്ന്. ഇനിയിപ്പോൾ സാറ്റർഡേ ക്ലാസ്സുള്ള സ്ഥിതിക്ക് സാറ്റർഡേ വൈകുന്നേരം കറങ്ങിയിട്ട് മേടിച്ച് തരും കൊച്ചിന് കേട്ടാ. കേട്ടോ ചേട്ടക്ക് നേരമില്ലല്ലപ്പാ. കൊച്ചിന്റെ ക്യൂബിന് പൊട്ടിക്കാറുണ്ട്. മണത്തോണ്ടിരിക്കണേ പൊന്നമ്മേ. ഇല്ലടാ അത് എന്ത് കിട്ടിയാലൊന്ന് മൂക്ക് മുട്ടിച്ച് മൂക്ക് മുട്ടിച്ച് ഒന്നിരിക്കണം. എവിടെ പോണേണ്? വേഗം അങ്ങോട്ട് പോയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും വീഴാതെ. കൊച്ചിന് ഇഷ്ടപ്പെട്ടടാ. ഇതെന്ത് സീസോ കളി പോലെ ഉണ്ട്. കൊച്ചിന് വീണോളൂ. കൊച്ചിന് കളി കൊച്ചിന് ഇഷ്ടമൊക്കെയാണ്. അങ്ങനെയുള്ള കളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
അതിന് നിവർത്തണം, അതിന് കുറച്ച് തിരിയും അല്ലെങ്കിൽ ഈ സാധനം ഒടിഞ്ഞോ വരുന്നത് നമ്മുടെ ദീപാൻകുട്ട് അവസാനം അവക്കും വെയിറ്റ് ഉണ്ടല്ലോ. നിന്റെ കൈവേദന മാറിയത് വരുത്തരുത് കേട്ടാ. നോക്കണേ, അതിന് നിവർത്ത് ഇതെന്താണ് ഇങ്ങനെ ഇരിക്കണത്? പൃഷ്ഠഭാഗം ചാരുമേല് ചാരിയൊക്കെ വെച്ചേക്കുക. എന്താണ് ഇപ്പൊ ഇത്? മുത്ത ഇങ്ങനെയാ കാറിലിരിക്കണത്. റിച്ചാർഡ് ചേട്ടൻ കാർ ഓടിക്കുമ്പോ അല്ലെന്നുണ്ടെങ്കിൽ കൊച്ചു പല പ്രാവശ്യം വീണ് മുന്നും കുത്തി താഴെ. അപ്പൊ കൊച്ചിന് മനസ്സിലായി പൃഷ്ഠഭാഗം ചാരുമേൽ വെക്കണമെന്നുള്ളത് കൊച്ചിന് മനസ്സിലായി. അപ്പൊ എത്ര മുന്നോട്ടാഞ്ഞാൽ ഇങ്ങനെ നിക്കാൻ പറ്റൂല. അപ്പുറത്തെ സൈഡിൽ നിന്ന് പോക്കാം. അപ്പൊ കൊച്ചി അവിടെ പോയി ആഞ്ഞൊന്ന് നോക്കണം. അതെ, നോക്ക്. അടിച്ചതല്ലി വീഴും സാധനം. കൊച്ചങ്ങനെ വീഴൊന്നുമില്ല. കൊച്ച് അപ്പൊ തന്നെ കൊച്ച് ബുദ്ധിയാണ് നല്ല. നടന്നു പോണേ കണ്ട ബുദ്ധി മതിയാണ് അവള്. കിടക്കണേ അള്ളി പിടിച്ച് കിടക്കണേ കേട്ടാ. കൈ പോയി. എനിക്ക് ഇത് തന്നെയാണ് തൊഴിലല്ലേ. അപ്പോൾ റയൻ്റെ കൈയുടെ വേദനയുടെ കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൈവേദന റയന് നന്നായിട്ട് തന്നെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൻ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞിട്ട് പോയിട്ടേ ഇല്ല. അവന് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. കാരണം ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ മാറിക്കോളുമെന്നൊക്കെയാണ് അവൻ പറയണത്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ പപ്പ പോയപ്പോഴും ചോദിച്ചത് അതാണ്. ഞാൻ അവിടെ പോയിട്ട് അന്വേഷിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, കുറഞ്ഞിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നില്ല തൊട്ടടുത്ത് തന്നെ ആയുർവേദ ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ട് തടയിക്കണം. ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഫാത്തിമ ഡോക്ടറിൻ്റെ മരുന്നുകൊണ്ട് തന്നെ ഇത് മാറിയിട്ടുണ്ട്. ആവി പിടിച്ചിട്ടൊക്കെ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഏതായാലും അങ്ങനെ റയൻ്റെ കൈയുടെ ഒരു വിധം കുഴപ്പമില്ലാതെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വൈകിട്ട് റിച്ചാറിന് വേണ്ടിയിട്ട് ഇത്തിരി മാത്രം ഒരു മുട്ടച്ചോറ് ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊന്നും ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുട്ടച്ചോറ് ഉണ്ടാക്കണതാണ്. അപ്പോൾ മുട്ടച്ചോറിന് വേണ്ടിയിട്ട് ക്യാരറ്റും ബീൻസും മാത്രമാണ് പച്ചക്കറിയായിട്ട് എടുത്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം. ഇത് രണ്ടും ഞാൻ എടുത്തിട്ടുള്ളൂ. ഉരുളക്കിഴങ്ങൊക്കെ ഇടാം. ഉരുളക്കിഴങ്ങ് റിച്ചാറിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ട് ഞാൻ ഇതിന് ഉരുളക്കിഴങ്ങ് അങ്ങനെ ഇട്ട് വേവിക്കാറില്ല. പക്ഷേ ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമാണ് കേട്ടോ. അല്ലാതെ വേവിച്ച് കൊടുക്കുന്നത് സംഭവം ഇഷ്ടമല്ല. അപ്പോൾ സവാളയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈസ് ഞാൻ സെപ്പറേറ്റ് ഉപ്പിട്ട് വേവിക്കാനായിട്ട് 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. 1 കപ്പ് റൈസ് മാത്രം എടുത്തേക്കണത്, 2 പേർക്ക് കഴിക്കാനുണ്ടാവും. എന്നിട്ട് ഇത്തിരി നെയ്യിൽ തന്നെ സവാളയും പച്ചമുളകും ഒന്ന് വഴറ്റിയിട്ട് ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് നമ്മുടെ വെജിറ്റബിൾസും ഒക്കെ ഇട്ട് എല്ലാം കൂടി ഒന്ന് വാടി വരുമ്പോൾ, അതായത് ഹാഫ് കുക്ക് ആകുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഈ ഒരു മുട്ടച്ചോറിന് ശരിക്കും മാഗി നൂഡിൽസിൻ്റെ അതേ ടേസ്റ്റാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ട് മാഗി നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കില്ലേ, അതിൻ്റെ അതേ കറക്റ്റ് ടേസ്റ്റാണ്. അപ്പം നമ്മൾ റൈസിന് വേണ്ടിയിട്ട് 1 കപ്പ് റൈസിന് 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചേക്കണം. അപ്പോൾ റൈസിന് ഉപ്പുണ്ട്. ഇപ്പോൾ വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് ഞാനൊരു 2 നുള്ളി ഉപ്പ് മാത്രമാണ് അതിനകത്ത് ചേർത്തേക്കണത്. എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മസാലപ്പൊടികൾ, മുളക് പൊടി വളരെ കുറച്ച് മതിയുടെ, കാശ്മീരി ചില്ലി പൗഡറാണത്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഒരേ കണക്കിന് തന്നെ ചേർത്താൽ മതി, ഒരുപാട് കൂടിപ്പോകരുത്. പിന്നെ ഗരം മസാലയും ഇപ്പം ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് പച്ചമണം മാറിക്കഴിയുമ്പോൾ അത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചിട്ട് നടുക്കിലേക്ക് ഒരു 2 കോഴിമുട്ട ഇട്ട് കൊടുത്ത്, അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും ഇടാം. 2 കോഴിമുട്ട ഇപ്പം ഞാൻ 1 കപ്പ് റൈസിന് 2 കോഴിമുട്ട ഇട്ടതാണ് ഇടാം. വേറെ കറികളൊന്നും നമ്മൾ കൊടുക്കണില്ല. അപ്പോൾ വേണമെങ്കിൽ മുട്ട കൂട്ടണമെങ്കിലും കൂട്ടാം. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം കിടക്കട്ടെ, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് മിക്സ് ചെയ്യരുത്. ഒന്ന് അടിവശം ഒന്ന് സെറ്റായി കഴിയുമ്പോൾ മാത്രം, അത് മുകളിലത്തെ ഒന്ന് വെന്ത് വരുമ്പോൾ മാത്രം ഒന്ന് ഇളക്കാം കേട്ടോ. ഇളക്കി പറ്റി ഒന്ന് ഇളക്കിയിട്ട് പിന്നെ അത് എല്ലാം കൂടി ചേർത്ത് അങ്ങോട്ട് ഇളക്കിയിട്ട് കൂടുതൽ അങ്ങോട്ട് ഫ്രൈ ആയി പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ വെന്ത് വെച്ചേക്കുന്ന റൈസിലേക്കാണ് ഞാനിത് മാറ്റണത്. അല്ലെന്നുണ്ടെങ്കിൽ റൈസ് ഇതിനകത്തേക്ക് ഇട്ടാലും മതി. അപ്പോൾ എൻ്റെ റൈസിൻ്റെ പാത്രം വലുതാണല്ലോ, അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് തട്ടി ഇളക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി കുറച്ച് നേരം അങ്ങോട്ട് ഒന്ന്
മിക്സായി വരണവരെ ഒന്ന് മിക്സ് ചെയ്ത് കളർ ഒന്ന് മാറി എല്ലാ റൈസിലും അത് പിടിക്കുന്നത് വരെ. ആ സമയത്ത് മുട്ടയുടെ ബാക്കിയുള്ള ആ ഒരു വേഗലും കഴിയും. അതുപോലെ എല്ലായിടത്തും ഒരുപോലെ ആ മുട്ട പിടിച്ചിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് അങ്ങോട്ട് മുട്ട വെന്ത് കട്ട കിട്ടണതിന് മുൻപേ ഇതിനകത്തേക്ക് ഇടാൻ പറഞ്ഞത്. ഇപ്പോൾ ഇത്രയുള്ള നല്ല ടേസ്റ്റാണ് ഈ റൈസ്. പിന്നെ നമ്മളിതിനെ കൂടി വേറെ കറികളൊന്നുമില്ല. അപ്പോൾ ഒരു റൈത്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, തൈര് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് വളരെ കുറച്ച്, അധികം ഉണ്ടാക്കിയാൽ കഴിക്കൂല. അപ്പോൾ തക്കാളിയും സവാളയും ഇത്തിരി ഉപ്പും മാത്രം ഇട്ടിട്ട് ഇത്തിരി തൈരും കൂടി ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ച്. പിന്നെ നമ്മുടെ തലേദിവസത്തെ ബർഗർ ഉണ്ടായിരുന്നു, അത് റയന് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. റിച്ചാർഡിന് പറഞ്ഞ് ചൂടാക്കി അതും വെച്ച് ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കഴിച്ചിട്ട് പിന്നെ ഈ റൈസും കൂടി കഴിച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ ഇന്ന് ഏതായാലും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കൂടി ആക്കിയേക്കാമെന്ന് വിചാരിച്ചാൽ അതേ പാത്രം കഴുകിയിട്ടൊന്നുമില്ല, അതിനകത്ത് തന്നെ ഇത്തിരി ഷാലോ ഫ്രൈ ചെയ്താണ് എടുത്തിട്ട് അധികം എണ്ണ ഒഴിക്കാതെ. അപ്പോൾ ബർഗറിൻ്റെ കൂട്ടത്തിലും പിന്നെ ഈ റൈസിൻ്റെ കൂട്ടത്തിലും റിച്ചാർഡിനത് ഇഷ്ടമായിരിക്കുള്ളൂ കഴിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് അപ്പോൾ റിച്ചാർഡ് വന്നിട്ട് ഞാൻ ചായ ചൂടാക്കുള്ളേ. കാരണം റിച്ചാർഡ് വരുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ലേറ്റ് ആകുന്നുണ്ട്, വണ്ടിയൊക്കെ ഭയങ്കര ബ്ലോക്കായിട്ടൊക്കെ താമസിച്ചിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് ചായയൊക്കെ ചൂടാക്കി കൊടുത്ത് ബർഗർ കഴിച്ചതേ അതോട് കൂടിയിട്ടതേ ഭക്ഷണം എടുത്ത് അതും കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ റിച്ചാർഡ് കുളിക്കാനൊക്കെ പോണത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളുടെ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്